ലേഖന വിവാദത്തിന് പിന്നാലെ ശശി തരൂർ എംപിയും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തുന്നു. സോണിയാഗാന്ധിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ഏറെക്കുറെ 15 മിനിറ്റ് പിന്നിടുന്നു. സ്വാഭാവികമായും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ തലവേദനയും പൊല്ലാപ്പുമുണ്ടാക്കിയ പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂർ നടത്തിയത്. അതുകൊണ്ട് തരൂരിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും പാർട്ടി ദേശീയ നേതൃത്വം എടുക്കാൻ പോകുന്നത്? ഈ കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം വിഷയങ്ങൾ തരൂർ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്? അപ്പം തരൂരിന് ഏതെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു ശാസനയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു തിരുത്തലിൻ്റെ രൂപത്തിലോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ദേശീയ നേതൃത്വം നൽകാൻ ഇടയുണ്ടോ എന്നതൊക്കെ കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ PR അരവിന്ദും ഒപ്പം KR സാജുവും ചേരുന്നുണ്ട്. അരവിന്ദ്, എത്ര സമയത്തേക്കായിരിക്കും കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു സൂചനയൊന്നും പറയാൻ കഴിയില്ല. എങ്കിൽ കൂടിയും കുറേ കാലങ്ങളായി ഒരു പ്ലാറ്റ്ഫോമുകളിലും കാര്യമായ പരിഗണന ലഭിക്കാത്തതിൻ്റെ ഒരു പരാതിയും പരിഭവവും ഒക്കെ തരൂരിനുണ്ടല്ലോ. ആ നിലയ്ക്ക് ചർച്ച കുറേ അധികം നീണ്ടുപോകാനിടയുണ്ടെന്ന് കരുതുന്നുണ്ടോ? സൈഫുദ്ദീൻ, എന്തായാലും ചർച്ച നീണ്ടേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ചർച്ച ആരംഭിച്ചിട്ട് ഇപ്പോൾ 15 മിനിറ്റ് പിന്നിടുകയാണ്. ഏകദേശം വർഷങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ശശി തരൂരും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും ചർച്ചയും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഏറെ നീണ്ടിരിക്കും. പാർട്ടിയിലുള്ളിൽ ശശി തരൂരിനുള്ള അതിർത്തികളും അതുപോലെ തന്നെ ആവലാതികളും കൃത്യമായി ശശി തരൂർ ഇന്ന് രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയെയും ബോധ്യപ്പെടുത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ശശി തരൂർ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്, രാഹുൽ ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച. KC വേണുഗോപാലിനപ്പുറം നമുക്കറിയാം സംസ്ഥാനത്തിലെ നേതാക്കൾ വലിയ രീതിയിൽ അതിർത്തി പ്രധാനമായും ഉന്നയിച്ചിരുന്നു. ശശി തരൂരിന്റെ പ്രസ്താവനകൾക്കെതിരെ പരസ്യമായി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. പ്രവർത്തക സമിതിയിൽ നിന്നെല്ലാം ശശി തരൂർ പുറത്തേക്ക് പോകണമെന്ന ഒരു ആവശ്യം കൂടി കേരളത്തിലെ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. ഇതിലെല്ലാം കൃത്യമായി ശശി തരൂരിനുള്ള അതിർത്തിയും അതുപോലെ തന്നെ ആവലാതികളും ഇന്ന് രാഹുൽ ഗാന്ധിയെ ധരിപ്പിക്കും. രാഹുൽ ഗാന്ധി തന്നെ ഈ ചർച്ചയ്ക്ക് ഒരു ചർച്ച നടത്തണമെന്ന് ശശി തരൂർ ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ശശി തരൂർ ഡൽഹിയിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി നേരിട്ട് ശശി തരൂരിനെ വിളിക്കുകയും ഈ കൂടിക്കാഴ്ചയ്ക്ക് വരുവാൻ ആവശ്യപ്പെടുകയും ആയിരുന്നു. 5:20 തന്നെ ശശി തരൂർ ഇവിടെ എത്തുകയും ഈ ചർച്ച ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആദ്യം കേരളത്തിലെ ലേഖനവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായിരുന്നു. ഇതുകൂടാതെ തന്നെ ട്രംപ് മോദി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ശശി തരൂരിന്റെ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായിരുന്നു. കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ഇതിനെതിരെ അതിർത്തി വ്യക്തമാക്കിയിരുന്നു. സുപ്രിയ ശ്രീദേതും അതുപോലെ തന്നെ മറ്റ് നേതാക്കളടക്കം ശശി തരൂരിന്റെ നിലപാട് തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസിന്റെ നിലപാട് ഇതല്ല, പക്ഷേ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുവാൻ പാർട്ടിയിൽ ആ സ്വാതന്ത്ര്യമുണ്ട്, അത് ശശി തരൂർ നടത്തി. പക്ഷേ കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ വിദേശ അമേരിക്കൻ പര്യടനം അത് തീർത്തും ഒരു ദുരന്തമായിരുന്നു എന്നതാണ്. എന്തായാലും ഇതിലെല്ലാം കൃത്യമായ നിലപാട് ശശി തരൂർ വ്യക്തം. ശശി തരൂരിനും ചില നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായേക്കും. ഇത്തരത്തിൽ മോദി ട്രംപ് പരാമർശിച്ചത് കാരണം കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്, ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്നുള്ളൊരു നേതാവ് മോദിയെ പ്രശംസിക്കുമ്പോൾ അത് എന്ത് സന്ദേശം നൽകും എന്നുള്ള കാര്യം പ്രധാനമായി. എന്തായാലും ഇതിലെല്ലാം ഒരു ചർച്ചകളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശശി തരൂരിന് കഴിഞ്ഞ കുറച്ച് ദിവസമായി പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന അതിർത്തി അദ്ദേഹം ഇന്ന് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വയ്ക്കും. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ശശി തരൂരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് ഏകദേശം വർഷങ്ങൾക്ക് ശേഷമാണ്. 10 ജൻപത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. 15 മിനിറ്റ് ഇപ്പോൾ ചർച്ച പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ KC വേണുഗോപാലിനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണും. KC വേണുഗോപാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് KC വേണുഗോപാൽ ഈ ശശി തരൂരിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇതൊരു അടഞ്ഞ അധ്യായമാണ്, ഇത്തരത്തിൽ വീണ്ടും ഇത് വാർത്തയാക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 5:30 ഈ ചർച്ച ആരംഭിച്ചിരിക്കുന്നത്.